Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ 1 മാർക്ക് സീരീസിലാണ്. ഒട്ടും പഠിക്കാത്തവർക്ക് പാസ്സാകാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒപ്പം തന്നെ ഒരു പേപ്പറും പെന്നും എടുത്ത് ഇപ്പം തന്നെ അങ്ങ് ചെയ്തു തുടങ്ങിക്കുക കേട്ടോ. ഇനി എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് 1-2 മാർക്കൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി ഒരു ഫുൾ മാർക്ക് പോവുക, അല്ലെങ്കിൽ A+ കിട്ടാതാവുകയൊക്കെ വരില്ലേ. അത് ഒട്ടുമുക്കാൽ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് മിസ്സായി പോകുന്നത്. അപ്പോൾ അതും പോകാതെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2, അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് -1/2. 2 ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കിയേക്കാം. സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു y എന്നെടുക്കുക, അല്ലെങ്കിൽ x എന്നെടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുത്തോ കേട്ടോ, കുഴപ്പമില്ല. സൈൻ y ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി സൈൻ്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് 1/2 വരുന്നത്? 1/2 വരണമെന്നുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കണം? വൈയുടെ വാല്യൂ π/6 ആയിരിക്കണം. അല്ലെങ്കിൽ സൈൻ π/6 ആണ് 1/2. π/6 എന്ന് പറയുമ്പോൾ 30, സൈൻ 30 ആണ് 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ വാല്യൂ കിട്ടി അല്ലേ? സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് π/6 ആണ്. π/6 ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്തും ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സ് -1/2. സെയിം വേ കോസ് ഇൻവേഴ്സ് -1/2 ഈക്വൽ ടു y എടുക്കുക, x എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കോസ് x ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -1/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി 1/2 വാല്യൂ വരുന്നത് π/3 അല്ലേ? കോസിൻ്റെത് π/3 നമുക്ക് 1/2 വാല്യൂ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് മൈനസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് വരണമെന്നുണ്ടെങ്കിൽ ഇത് ആരായിരിക്കണം? -cos π/3 ആയിരിക്കണം. -cos π/3 ആയിരിക്കണം. ഇനി -cos θയെ നമുക്ക് എന്തെഴുതാം? cos π - θ എന്ന് എഴുതാം അല്ലേ? cos π - θ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? cos π - π/3. ഇത് സിംപ്ലിഫൈ ചെയ്താലോ 3π - π/3 അല്ലേ? അത് 2π/3 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 2π/3. കണ്ടോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോണം കേട്ടോ. പ്രത്യേകിച്ചും ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നോട്ട് ചെയ്തോണം. അതുപോലെ ഇതും 2 മാർക്ക് ക്വസ്റ്റ്യനകത്ത് ഇത് ചിലപ്പോൾ ചേർന്ന് വരാറുണ്ട്. ഇതും കൂടി ആഡ് ചെയ്ത് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. π - π/3 ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2π/3 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ്, ഏതാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സീക്ക് ഇൻവേഴ്സ് ആണ് അല്ലേ? സീക്ക് ഇൻവേഴ്സ് ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. സീക്ക് ഇൻവേഴ്സ് -2/√3 -2/√3 ദാറ്റ് ഈക്വൽ ടു x എന്നെടുക്കാം, അല്ലെങ്കിൽ y എടുത്തോ. സീക്ക് x ഈക്വൽ ടു എന്ത് കിട്ടി? -2/√3 എന്ന് കിട്ടും. ഇനി സീക്കിൻ്റെ ഏത് വാല്യൂവിനാണ് -2/√3 വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും π/6 ആണ് വരുന്നത്. ഇനി ഇവിടെ മൈനസ് ആണല്ലോ. മൈനസ് ആകുമ്പോൾ നമുക്ക് എന്തെഴുതാം? -sec π/6. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കോസിൻ്റെ കാര്യം ചെയ്തതുപോലെ തന്നെ -sec θ ഈസ് ഈക്വൽ ടു cos π - θ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ദാറ്റ് ഈക്വൽ ടു sec π - π/6. π/6 എന്ന് പറയുമ്പോൾ 30 ആണ്. ദാറ്റ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ആവും അല്ലേ? നമ്മളിവിടെ LCM എടുത്ത് ക്ലിയർ ചെയ്യുക. LCM എടുക്കാന്ന് വെച്ചാൽ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6π വരും. മൈനസ് ഇവിടെ ആരുണ്ട്? π ഉണ്ട്. മൊത്തത്തിൽ /6. ഇത് ഈ നമ്പർ ഏതാണോ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6π - π/6 ദാറ്റ് ഈക്വൽ ടു 5π/6. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 5π/6. കണ്ടോ? അത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു.
ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് നമുക്ക് പിന്നെ നമ്മൾ ഉറപ്പാക്കി. അടുത്ത ക്വസ്റ്റ്യനോ, ഇഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആണ്. π/2 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സൈൻ ഓഫ്, ഓക്കെ ഇവിടെ തന്നെ എഴുതിയേക്കാം, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് മൊത്തത്തിൽ എന്തായിരിക്കണം, π/2 ആയിരിക്കണം. സൈൻ 90 ആണ് 1 അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ π/2 ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ π/2 ആണെങ്കിൽ ഇവിടെ എക്സും ഇവിടെ എക്സും ഇത് രണ്ടും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ക്വസ്റ്റിന് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇത് 1/5 ആണെങ്കിൽ ഇതെന്താണെന്നാണ്. ഇത് 1/5 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും, 1/5 തന്നെയായിരിക്കും. നമുക്കിവിടെ എന്ത് എഴുതിയാൽ മതി, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ദറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1/5. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. കാൽക്കുലേറ്റ് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 3 സൈൻ ഇൻവേഴ്സ് 1/2. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൈൻ ഇൻവേഴ്സ് 1/2 ഇതുപോലുള്ള ക്വസ്റ്റിനകത്ത് ആഡ് ചെയ്ത് ചോദിക്കാറുണ്ടെന്ന്. കണ്ടോ, കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. നമുക്കിവിടെ കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു വൈ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് വൈ ഈക്വൽ ടു 1/2 അല്ലേ. ഇനി 1/2 വാല്യൂ കിട്ടണമെങ്കിൽ വൈ എന്തായിരിക്കണം, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതേ ഉള്ളൂ അല്ലേ. വൈയുടെ വാല്യൂ എന്തായിരിക്കണം, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് π/3 ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ നമ്മൾ തൊട്ടുമുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ എന്ത് വരും, സെയിം വേ ഈക്വൽ ടു എക്സ് എന്നെടുത്തു. സൈൻ എക്സ് ഈക്വൽ ടു 1/2 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, π/6 ആയിരിക്കും. ഇനി നമുക്ക് ഇതെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് π/3 ആണ്. പ്ലസ് 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് π/6 ആണ്. കട്ടാവും അല്ലേ. നമുക്കിവിടെ എന്ത് കിട്ടും, π/3 പ്ലസ് π/2. π/3 പ്ലസ് π/2 നമുക്കറിയാം LCM 6 വരും അല്ലേ. ഇവിടെ 2π പ്ലസ് 3π എന്ന് വരും. ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ എഴുതുക. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും, 5π/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇത് ഈക്വൽ ടു 5π/6 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഫൈൻഡ് എക്സ് ഇഫ് സൈൻ ഇൻവേഴ്സ് √3/2 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. കണ്ടോ, ആ പ്രിൻസിപ്പൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് അത് 1 മാർക്ക് വീതം നമുക്ക് കിട്ടാം അല്ലേ. ഇതും 1 മാർക്ക് കിട്ടാം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം, എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ഇത് എവിടെയുണ്ട്. കണ്ടോ, ഇങ്ങനെ തന്നിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് വരാം. ഇല്ലെങ്കിൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ നേരിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഈ 3 രീതിയിൽ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം അല്ലേ. സൈൻ ഇൻവേഴ്സ് √3/2 പ്ലസ് ആണല്ലോ അല്ലേ. ഓക്കെ, പ്ലസ് ആണ്.
ദാറ്റ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ക്വസ്റ്റിന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് പതുക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതേ ഈക്വൽ ടു എക്സ് എന്ന് അങ്ങ് എടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ എക്സ് ഈക്വൽ ടു √3/2 വരും. അപ്പോൾ എക്സിൻ്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് √3/2 കിട്ടുന്നത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടേക്കണം കേട്ടോ. സൈൻ 30, സൈൻ 60, സൈൻ 45, ദെൻ സൈൻ 90, സൈൻ 0, ഇതിൻ്റെയൊക്കെ വാല്യൂസ് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും കോസിൻ്റെയും സീക്കിൻ്റെയും കൊസീക്കിൻ്റെയും എല്ലാത്തിൻ്റെയും ഒന്ന് പഠിച്ചിട്ടേക്കണേ. ദാറ്റ് ഈക്വൽ ടു ഇനി √3/2 ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അത്യാവശ്യം വേണ്ടുന്നതിൻ്റെ മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞിട്ട് ഓണം വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ ബാക്കിയുള്ള വാല്യൂസും കൂടി പഠിച്ചിടുക കേട്ടോ. ഇന്ന് തന്നെ ഇരുന്ന് എല്ലാം കൂടി പഠിച്ച് ഇനി ആപ്പാടെ കൺഫ്യൂഷൻ ആകണ്ട. കുറച്ച് വാല്യൂസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതൊന്ന് തറവാക്കി വയ്ക്കുക. ഓക്കെ, ഇനി എക്സിൻ്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് √3/2 കിട്ടുന്നത്? π/3. π/3 എന്ന് പറയുമ്പോൾ 60 അല്ലേ. സൈൻ 60ക്കാണ് നമുക്ക് √3/2 കിട്ടുന്നത്. ഇനി ക്വസ്റ്റിന് പറയുന്നുണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/3 എന്ന് കൊടുക്കാമല്ലോ. കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ടാൻ π/3 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ശരിയാണോ? ടാൻ π/3 എന്ന് പറയുമ്പോൾ ആരാ? ടാൻ 60 ആണല്ലേ. ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? അത് എഴുതി കൊടുത്താൽ മതി, നമ്മുടെ ആൻസറായി അല്ലേ. അതായത് ടാൻ π/3 എന്ന് പറയുന്നത് ടാൻ 60 ആണ്. ടാൻ 60യുടെ വാല്യൂ എന്ന് പറയുന്നത് √3 ആണ്. കണ്ടോ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് രണ്ടെണ്ണം തരും, അതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ സോൾവ് ചെയ്യുക, നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഈക്വൽ ടു ഇതെന്ന് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ആൻസർ. കണ്ടോ? ഇനി കുറേ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇതൊക്കെ ഇത്രയും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഏതാണ് വാല്യൂ എന്ന്. അത് നേരിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ മെത്തേഡിലൊന്ന് ചെയ്ത് തന്നെ വരണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ fx ഈക്വൽ ടു മോഡുലസ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദി ഒറിജിൻ. ഒറിജിനിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. fx ഈക്വൽ ടു മോഡുലസ് എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒരു എക്സാം സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. അതിനകത്തും അറൗണ്ട് ഒരു 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസോളം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടേക്കണേ. അറൗണ്ട് ഒരു 40 മാർക്സോളം അതിനകത്ത് വരുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 0 ആണ് നമുക്കിവിടെ സ്പ്ലിറ്റിംഗ് പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഒറിജിനിലാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 0 അറിയണം, എക്സ് ലെസ് ദാൻ 0 നമുക്ക് അറിയണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് അല്ലേ. എക്സ് ടെൻസ് ടു 0 മൈനസ്. ഇനി എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈനസ് എക്സ് ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ നമ്മളിവിടെ LHL ലിമിറ്റാണ് അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ് നോക്കുന്നത്. ഓക്കെ, LHL ലിമിറ്റാണ്. LHL ലിമിറ്റ് വരുമ്പോഴത്തേക്ക് 0 മൈനസ് ആണ്. 0 മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി തന്നിരിക്കുന്നത് മൈനസ് എക്സ് ആണ് അല്ലേ. നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് ആണ്. മൈനസ് എക്സിനകത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. നമുക്കിനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണ് അല്ലേ. 0 പ്ലസ് ആണ്, f(x) ആണ്. ഇനി f(x) എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി f(x) അല്ലേ, ഇവിടെ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് ആയിരിക്കും. എക്സിന് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. ഇനി നമുക്ക് എന്തും കൂടി അറിയണം, f(0) എന്താണെന്നും കൂടി അറിയണം. f(0) എന്ത് തന്നെയായിരിക്കും?
ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ മോഡുലസ് എക്സ് ആണ്. ഇവിടെ മോഡുലസ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, മോഡുലസ് എക്സ്. അതുപോലെ ഇവിടെ നമ്മൾ മോഡുലസ് എക്സിനകത്ത് 0 ഇട്ട് കൊടുക്കുക. എന്ത് കിട്ടും? 0 കിട്ടും. ഇനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് കാണിക്കേണ്ട കാര്യം വരത്തില്ല. നമുക്ക് ജസ്റ്റ് എന്തിട്ട് കൊടുത്താൽ മതി? എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ആണ്. ഇനി ലെസ് ദാൻ വരുമ്പോഴത്തേക്കോ മോഡുലസ് മൈനസ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് 0 ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴോ ഇതിനകത്ത് 0 ഇട്ട് കൊടുക്കുക, 0 തന്നെ കിട്ടും. കണ്ടോ? ഇനി പഠിക്കാത്തവർക്കൊന്ന് ക്ലിയർ ആകാനാണ് ഞാൻ ഈ ലിമിറ്റ് ഇട്ട് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾ 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. എന്തുമാത്രം ഇട്ട് കൊടുത്ത് പോയാൽ മതി? മോഡുലസ് മൈനസ് എക്സിനകത്ത് 0 ഇട്ട് കൊടുക്കുക. അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ മോഡുലസ് എക്സിനകത്ത് 0 ഇട്ട് കൊടുക്കുക. ഇനി എഫ് ഓഫ് 0 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ വെറുതെ 0 ഇട്ട് കൊടുക്കുക. ഇത് 3 എഴുതിയിട്ട് ഇത് 3 ഈക്വൽ ആണ്, അതുകൊണ്ട് എന്താണെന്ന് എഴുതാം? കണ്ടിന്യൂസ് ആണെന്ന് എഴുതാം. ഈ ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കണ്ടിന്യൂറ്റിക്കകത്ത് നമ്മൾ ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഒട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിക്കോണേ. ഇനി പഠിച്ചവരാണെങ്കിൽ ഒന്ന് തറവ് ആകാനായിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഒന്ന് നോക്കാൻ മറന്നു പോകരുത്. അതിൻ്റെ ലിങ്കും കൂടി കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടേക്കാം. പിന്നെ ഇത് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കാൻ മറന്നേക്കരുതേ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒട്ടും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്സ് തന്നത്. അല്ലെങ്കിൽ ഈ സിമ്പിൾ സ്റ്റെപ്സ് മാത്രം ഇട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, കാരണം മാത്സ് എക്സാം ആണ്. എത്രത്തോളം ടൈം സേവ് ചെയ്യുന്നോ അത്രത്തോളമാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസിന് എത്രത്തോളം കുറച്ച് ടൈം എടുക്കുന്നോ അത്രത്തോളം ടൈം നമുക്ക് എന്തിനും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് dy by dx if y equal to x raised to x, അല്ലേ? y equal to x raised to x ആണെങ്കിൽ dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഒരു കാര്യം നോട്ട് ചെയ്തോണം, എപ്പോഴും ഇതുപോലെ x raised to x അല്ലെങ്കിൽ sin x raised to x അല്ലെങ്കിൽ cos x raised to x അല്ലെങ്കിൽ log x raised to x ഇങ്ങനെ x raised to സംതിങ് എന്നുള്ള ഫംഗ്ഷൻ വരുമ്പം എപ്പോഴും ചെയ്യാൻ എളുപ്പം രണ്ട് സൈഡും ലോഗ് എടുക്കുക. ലോഗ് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് എന്നാണ്, അല്ലേ? y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് സൈഡ് നമ്മൾ ഇതിൻ്റെ ലോഗ് എടുക്കുക. രണ്ട് സൈഡ് നമ്മൾ ഇതിൻ്റെ ലോഗ് ഫംഗ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ലോഗ് y ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. കാര്യം എന്താ? എക്സ് റേസ് ടു എന്നിൻ്റെ ലോഗ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എൻ ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലോഗ് വൈ എന്ന് പറയുന്നത് 1/y ആണ്. ഇൻറ്റു ആരും കൂടി വരും? dy by dxും കൂടി വരും. ഇനി ഇവിടെ ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ പ്രോഡക്റ്റ് റൂളാണ്. ഇത് യു ഇത് വി എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് റൂളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ 1/x പ്ലസ് ലോഗ് എക്സ് അതുപോലെ എഴുതി ഇൻറ്റു എക്സിൻ്റെ 1. എക്സ് ബൈ എക്സ് എത്രയാണ്? 1 ആണ്, അല്ലേ? 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ dy by dx എന്തായിരിക്കും? y ഇപ്പുറത്തേക്ക് വരും, അല്ലേ? y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ദാറ്റ് ഈക്വൽ ടു y എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് എക്സ് റേസ് ടു എക്സ് ആണെന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. കഴിഞ്ഞു. രണ്ട് സൈഡ് ലോഗ് എടുക്കുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് dy by dxന് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ നമുക്ക് ഈ ക്വസ്റ്റ്യന് കിട്ടാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇ റേസ് ടു വൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ ആണ്. വൈ അല്ല 1 ആണ്. ഓക്കെ,
ഇ റേസ് ടു വൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു വൈ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇ റേസ് ടു വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇ റേസ് ടു വൈ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇ റേസ് ടു വൈ ഇവിടെ നമുക്ക് എന്ത് തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? പ്രോഡക്റ്റ് റൂൾ തന്നെ അല്ലേ? ഇത് യു, ഇത് വി. ഇ റേസ് ടു വൈ അതുപോലെ എഴുതി. എക്സ് പ്ലസ് 1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സിൻ്റെത് 1 ആണ്. പ്ലസ് ഇനി ഇത് അതുപോലെ എഴുതി. ഇ റേസ് ടു വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു വൈക്ക് നമുക്ക് എന്ത് തന്നെ എഴുതാം? ഇ റേസ് ടു വൈ തന്നെ എഴുതാം. എന്നിട്ട് വൈയുടേത് ഡി വൈ ബൈ ഡി എക്സ് എഴുതണം. ഈക്വൽ ടു ഇവിടെ 1 ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ഇ റേസ് ടു വൈ പ്ലസ് ഇവിടെ നമുക്ക് ഇത് ഇത്രയും ക്വസ്റ്റിന് തന്നിരിക്കുന്നതാണ് അല്ലേ? ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ഇത് 1 എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതിന് പകരം നമുക്ക് 1 കൊടുക്കാമല്ലോ. അപ്പോൾ 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. എന്ന് വെച്ചാൽ വെറുതെ എന്ത് എഴുതിയാൽ മതി? ഡി വൈ ബൈ ഡി എക്സ് തന്നെ എഴുതിയാൽ മതി. ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ഇ റേസ് ടു വൈ എന്ന് വരും. കണ്ടോ, സിമ്പിളായിട്ട് അങ്ങ് ചെയ്ത് തീർക്കാം. ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിന് പകരം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. കണ്ടോ? അപ്പോൾ ഈ 2 ക്വസ്റ്റിനും ചിലപ്പോൾ നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റിനായിട്ടായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 2 മാർക്ക് നമുക്ക് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ ഏകദേശം ഒരു 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സെക്ഷനിൽ തന്നെ നമുക്കൊരു 11 മാർക്ക് കിട്ടാനുള്ള സ്കോപ്പുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കൺസിഡർ ദ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. ചെക്ക് വെദർ ഇറ്റ് ഈസ് 1 1. ഈ തന്നിരിക്കുന്നത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ, 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? 1 1 ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിതിന് 1 പ്ലസ് എക്സ് 1 സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് 2 സ്ക്വയർ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് 1 സ്ക്വയർ ഈക്വൽ ടു എക്സ് 2 സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് എടുക്കുമ്പം പ്ലസ് ഓർ മൈനസ് എക്സ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് 2 എന്ന് കിട്ടും. ശരിയാണോ? അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്നാണോ കിട്ടിയത്? അല്ല, പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്നാണ്. എന്ന് വെച്ചാൽ എക്സ് 1 എക്സ് 2ന് ഈക്വൽ ആവണമെന്നുണ്ടോ? ഇല്ല, നീഡ് നോട്ട് ബി ഈക്വൽ ടു എക്സ് 2. അതുകൊണ്ട് ഈ തന്നിരിക്കുന്നത് ആരല്ല? 1 1 ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആയോ? അതായത് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് ആണ് കിട്ടുന്നത്. പ്ലസ് ഓർ മൈനസ് വരുമ്പോഴത്തേക്കും ഇപ്പം പ്ലസ് 2ൻ്റെ സ്ക്വയറും 4 ആണ്, മൈനസ് 2ൻ്റെ സ്ക്വയറും 4 ആണ്. എന്ന് വെച്ചാൽ എക്സ് 1 എക്സ് 2 സെയിം ആയിരിക്കണോ നമുക്ക് നിർബന്ധമില്ല അല്ലേ? അതേപോലെ തന്നെ ആലോചിച്ച് നോക്കിയേ, 1ൻ്റെ സ്ക്വയറും 1 ആണ്, മൈനസ് 1ൻ്റെ സ്ക്വയറും 1 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് ഇതെന്തല്ല 1 1 അല്ല. 1 1 ആകണമെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണമായിരുന്നു? സെയിം ആയിരിക്കണമായിരുന്നു. അടുത്തതോ? ഓക്കെ, ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? n+1/2 ആണ് എപ്പം n ഓഡ് ആണെങ്കിൽ, n/2 ആണ് എപ്പം n ഈവൻ ആണെങ്കിൽ. സ്റ്റേറ്റ് വെദർ എഫ് ഈസ് ബൈജക്റ്റീവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബൈജക്റ്റീവ് ആകണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്തായിരുന്നു?
ഇൻജെക്റ്റീവ് പ്ലസ് സർജക്റ്റീവ് ആകണം അല്ലേ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് 1 പ്ലസ് ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ബൈജക്റ്റീവ് ആണെന്ന് പറയാം. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത്? ഓഡ് ആണെങ്കിൽ എഫ് എക്സ് എന്ന് പറയുന്നത് n+1/2 ആണ്. നമ്മളിവിടെ ഒരു 1 ഇട്ട് കൊടുക്കാം. 1+1/2 = 1 എന്ന് കിട്ടും അല്ലേ? ഇനി ഈവൻ ആണെങ്കിലോ f(x) = n/2 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ f(2) ഇടുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 2/2 അല്ലേ? അതും എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. ശരിയാണോ? അപ്പം ഇത് 1 ആകണമെങ്കിൽ x1 = x2 ആയിരിക്കണം അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1ഉം 2ഉം അല്ലേ? രണ്ടും സെയിം ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നത് 1 ആണോ? അല്ല. നോട്ട് 1 തന്നിരിക്കുന്നത് നോട്ട് 1 ആണ്. ഇത് 1 അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്തും പറയാം? ബൈജക്റ്റീവ് അല്ലെന്ന് പറയാം. ഇനി ഓൺ ടു ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ബൈജക്റ്റീവ് ആണെങ്കിൽ 1 ഓൺ ടു ആയിരിക്കണം. ഇതിപ്പം 1 ആണെന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടി വന്നേനെ? ഓൺ ടു ആണോ ചെക്ക് ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ 1 തന്നെ അല്ലെന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിനി കൂടുതലൊന്നും ചെയ്യേണ്ട. 1 അല്ല. അതുകൊണ്ട് തന്നിരിക്കുന്നത് എന്തും അല്ലെന്ന് എഴുതാം? ബൈജക്റ്റീവ് അല്ലെന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനി ഇത് പറഞ്ഞിട്ട് അത്ര ക്ലിയർ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും ക്ലിയർ ആകുന്നില്ലെങ്കിൽ നോക്കി, f(1) എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടി, f(2) എന്ന് പറയുന്നതും 1 തന്നെ കിട്ടി അല്ലേ? ഒരു ആരോ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കിക്കേ. 1ഉം 2ഉം അല്ലേ? ഇവിടെ ഏതാ? 1. 1നും 1 തന്നെ കിട്ടി, 2നും 1 തന്നെ കിട്ടി. എന്ന് വെച്ചാൽ ഇത് ഓൺ ടു ആവുമോ? 1 ആവുമോ? അല്ല അല്ലേ? 1 ആകണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു എലമെൻറ്റിന് ഒരിക്കലും 2 ഇമേജസ് ഇവിടെ വരാൻ പാടില്ല അല്ലേ? അല്ലെങ്കിൽ 2 എണ്ണത്തിന് ഒരിക്കലും ഒരേ എലമെൻറ്റുമായിട്ട് ഇതിന് റിലേഷൻ വരാൻ പാടില്ല. അതായത് f1 1ഉം f2 1ഉം ആണ്. എന്ന് വെച്ചാൽ ആരോ ഡയഗ്രം വരച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്തല്ല? 1 അല്ല. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ ഇത് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. f(1) കൊടുത്തിട്ട് 1+1 1 ആണ് കിട്ടുന്നത്. അതിൽ f(2) കൊടുത്തിട്ട് ഇത് = 1 ആണ് കൊടുക്കുന്നത്. x1 ≠ 1, x1 ≠ x2 എന്ന് കൊടുത്തിട്ട് നമുക്കിത് 1 അല്ലെന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ആരോ ഡയഗ്രം വരച്ചിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? 1 അല്ലെന്ന് എഴുതാം. അല്ലെങ്കിൽ f(x1) = f(x2) ആയിരിക്കണം. എന്തിനാ? ഫോർ 1 ഫംഗ്ഷൻ. 1 ഫംഗ്ഷന് f(x1) = f(x2) ആയിരിക്കണം. ഇവിടെ നമ്മൾ f(1) = f(2) ആണ് കിട്ടുന്നത് അല്ലേ? എന്നുവെച്ചാൽ 1 ≠ 2 ആണ്. 1ഉം 2ഉം ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? 1 അല്ല. കണ്ടോ? ഇത് നമുക്ക് 3 രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നുകിൽ ഇവിടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ നേരിട്ട് 1 എന്ന് എഴുതുക, എന്നിട്ട് നോട്ട് 1 എന്ന് എഴുതി കാണിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആരോ ഡയഗ്രം വരച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ വരച്ച് കാണിച്ചിട്ട് ഇത് 1 അല്ലെന്ന് പറയുക. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ഈ പ്രൂവ് ചെയ്യുന്ന ആ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒന്ന് എഴുതിയിട്ട് 1 അല്ലെന്ന് കാണിക്കുക. ഏതാണോ എളുപ്പം ആ മെത്തേഡിലൊന്ന് പഠിച്ചിട്ടോ കേട്ടോ. എളുപ്പം ഏതാണോ അതങ്ങ് ഫോളോ ചെയ്താൽ മതി. 3 പറഞ്ഞെന്നേ ഉള്ളൂ. എളുപ്പം ഏതാണോ അതനുസരിച്ച് എഴുതിക്കോളൂ. അടുത്തതോ, ചെക്ക് വെദർ ദ റിലേഷൻ R in R defined by R = AB such that A less than or equal to B cube is reflexive. തന്നിരിക്കുന്നത് റിഫ്ലെക്സീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം റിഫ്ലെക്സീവ് ആകുമോ എന്നുള്ളത്. റിഫ്ലെക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ. എ എലമെൻറ്റ് ഓഫ് ആർ അല്ലേ? എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. ഇവിടെ 1/2 എടുക്കുന്നു.
എലമെൻ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആകണമെന്നുണ്ടെങ്കിൽ അല്ലേ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആയിരിക്കണം. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ ക്യൂബ്. എന്ത് കിട്ടും? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8. ഇതിനകത്ത് ആരാ ചെറുത്? 1/8 ആണ് ചെറുത് അല്ലേ? അപ്പോൾ നോട്ടാണ്. നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന റിഫ്ലെക്സീവ് ആണോ? അല്ല, നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്തെടുക്കുന്നോ അതിനെക്കാട്ടിലും ചെറുതാകണമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ 1/2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കിട്ടുന്നത് 1/2, ഇവിടെ കിട്ടുന്ന 1/8 ആണ്. ശരിക്കും 1/8 ആണ് ചെറുത്, 1/2 വലുതാണ്. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. തന്നിരിക്കുന്നത് ആരല്ല? നോട്ട് റിഫ്ലെക്സീവ് ആണ്. ക്ലിയർ ആയോ? ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ നമുക്ക് സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാമല്ലോ അല്ലേ? സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടും കൂടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം അങ്ങനെ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കിതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് നോക്കാം. സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ. സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ, സിമെട്രിക് ആകണമെങ്കിൽ എ ബി എലമെൻറ്റ് ഓഫ് ആർ which implies BA also element of R ആയിരിക്കണം. അങ്ങനെയാണ് ഇവിടെ 1, 2 എടുക്കുന്നു അല്ലേ? കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയർ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 നമുക്ക് കിട്ടും. ഇനി തിരിച്ചെടുത്തേ, 2ഉം 1ഉം എടുത്തേ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സിമെട്രിക് ആണോ? സിമെട്രിക് അല്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 1 മാർക്കായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടാം. ഓക്കെ. ഇനി ഇത് തന്നെ ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലോ? സെയിം ക്വസ്റ്റ്യൻ തന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലോ? ഇതിനെ നമുക്ക് ട്രാൻസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ട്രാൻസിറ്റീവ് ആകാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് പെട്ടെന്ന് ആലോചിച്ച് നോക്ക്. എ ബി ബി സി എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ ആരും എലമെൻ്റ് ആയിരിക്കണം? എ സിയും എലമെൻ്റ് ആയിരിക്കണം. എ സിയും എലമെൻ്റ് ആയിരിക്കണം. ഇതിൻ്റെയും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്, അതായത് റിഫ്ലെക്സീവ്, സിമെട്രി, ട്രാൻസിറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് പോകേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. ഒരു അറൗണ്ട് 20 മിനിറ്റ്സിൻ്റെയൊക്കെ വീഡിയോ, അത്രയേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ലേ. അപ്പം ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ നോക്കി അതൊന്ന് ക്ലിയർ ചെയ്തേക്ക് കേട്ടോ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ നമ്പേഴ്സ് എടുക്കുകയാണ്. 3/2 എടുത്തു. അതുപോലെ അടുത്ത നമ്പർ വരുമ്പോൾ 3/2ഉം 6/5 എടുത്തു. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്തോണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതുപോലത്തെ ഫ്രാക്ഷൻ എടുത്തെങ്കിൽ മാത്രം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലതിനകത്ത് നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടും, പക്ഷെ വേറെ ചിലത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കൺഫേം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ ഫ്രാക്ഷൻസ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് നോക്കി നോക്കിയുള്ളൂ. നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേയൊക്കെ ചെയ്തിട്ടില്ലേ, അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ് എപ്പോഴും മൈൻഡിലൊന്ന് കീപ്പ് ചെയ്തോണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉടൻ തന്നെ അത് മൈൻഡിൽ എപ്പോഴും വന്നോണം കേട്ടോ. ഓക്കെ, നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 ദ ഹോൾ സ്ക്വയർ അല്ലേ? 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9/4 എന്ന് കിട്ടും അല്ലേ? 9/4 എന്ന് പറയുന്നത് 2 പോയിന്റ് സംതിങ്ങേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? നമുക്കിവിടെ എന്ത് കൊടുക്കാം? ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. ഇത് ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അടുത്ത് നോക്കിക്കേ. അടുത്തതിനകത്ത് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ഓക്കെ, ക്യൂബായിരുന്നു അല്ലേ ക്വസ്റ്റ്യനിൽ? നോക്കിയേക്കട്ടെ. ഓക്കെ, ബിഗ് ക്യൂബാണ്. ഇവിടെ നമ്മൾ ക്യൂബ് കൊടുക്കുമ്പോൾ 27/4 എന്ന് വരും അല്ലേ?
8 27/8 എന്ന് വരും. ഈ സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കിക്കോളൂ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2 ദ ഹോൾ ക്യൂബ് ആണ് അല്ലേ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27/8 എന്ന് വരും അല്ലേ. 27/8 എന്ന് പറയുമ്പോൾ നമുക്ക് അറൗണ്ട് 24 പോയിൻറ്റ് പിന്നെയും 3 തന്നെ നീണ്ടു പോകും. 3 സംതിങ് വരും അല്ലേ. എന്ന് വെച്ചാൽ 3 ലെസ് ആണ്, ഇത് ഗ്രേറ്റർ ആയിരിക്കും. ഇപ്പം നമുക്കിവിടെ ഈ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് ഓക്കെ ആണ് ഈ സംഭവം. ഇനി അടുത്ത നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/2ഉം ഇവിടെ നോക്കിയാൽ 6/5 ആണ് അല്ലേ. 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6/5 ഹോൾ ക്യൂബ് ആണ്. ഇനി 6ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 36 × 6 വരും അല്ലേ. 36 × 6 വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കിട്ടുന്നത് 216 ആണ് ബൈ 125. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 1.7 വരും. 1.7 സംതിങ് വരും അല്ലേ. ഇനി ഇവിടെ ഇതോ 1.5 ആണ് നമുക്കറിയാം. എന്ന് വെച്ചാൽ 1.5 ലെസ് ദാൻ 1.7 ആണ് അല്ലേ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മളിവിടെ പറഞ്ഞു AB എലമെൻ്റ് ആണെങ്കിൽ BC എലമെൻ്റ് ആയിരിക്കും. AB/BC എലമെൻ്റ് ആണെങ്കിൽ AC ഇതിനകത്ത് എലമെൻ്റ് ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ആരൊക്കെ എലമെൻ്റ് ആകണം? ഈ 3യും ഈ 6/5ഉം ഇതിനകത്ത് എലമെൻ്റ് ആകണം. ശരിയാണോ? ആ 3യും 6/5ഉം നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കണം. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6/5 ദ ഹോൾ ക്യൂബ് അല്ലേ. ദാറ്റ് ഈക്വൽ ടു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ നമ്മൾ പറഞ്ഞു 216/125 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1.7 ആണ് വരുന്നത്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ഗ്രേറ്റർ അല്ലേ. 3 ഗ്രേറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആവുമോ? ഇല്ല. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ ഇതൊരു 2 മാർക്കോ 3 മാർക്കിനോ നമുക്ക് ചോദിക്കാം. റിഫ്ലെക്സിയും സിമെട്രിക്കും പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് 1 മാർക്കും, ഇതാണെങ്കിൽ നമുക്കൊരു 2 or 3 മാർക്കിന് നമുക്ക് ചോദിക്കാം. എന്ന് വെച്ചാൽ ഒരു 4 or 5 മാർക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് സെക്യൂർ ആക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഒരു 4 or 5 മാർക്ക് നമുക്ക് ഈ ഏരിയ നമുക്ക് സെക്യൂർ ആക്കാനായിട്ട് പറ്റും. വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് കണ്ടേക്കണേ. കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എക്സാമിന് ഒന്നും കൂടി നമുക്ക് തറവായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് -√3. -√3 വരികയാണെങ്കിൽ നമുക്കിതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ കോസ് ഇൻവേഴ്സ് -1/2. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ. π - π/3 വരും എന്ന് പറഞ്ഞു. π - π/3 വരുമ്പോഴത്തേക്ക് നമുക്ക് 2π/3 വരും. ഇനി tan ഇൻവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേക്കാം. -√3 ആണ് അല്ലേ. ഈക്വൽ ടു x കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ tan x ഈക്വൽ ടു -√3 എന്ന് കിട്ടും. ഇനി എക്സിന് നമുക്ക് √3 വാല്യൂ കിട്ടുന്നത് π/3ക്കാണ് അല്ലേ. tan π/3ക്കാണ് നമുക്ക് √3 വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരും? π/3 വരും. കാര്യം tan -θ എന്ന് പറയുന്നത് -tan θ ആണ്. അങ്ങനെയാണെങ്കിൽ tan ഇൻവേഴ്സ് -√3 എന്ന് പറയുന്നത് ആരായിരിക്കും? -π/3 ആയിരിക്കും. -π/3. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടോണം കേട്ടോ. ഇതൊക്കെ എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. നമുക്ക് 1 മാർക്ക് നമുക്ക് കിട്ടുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ കുറേ 1 മാർക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പാസ് മാർക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്ക് പാസ് മാർക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അടുത്തതോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഓൾറെഡി ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. ഇത് പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയതായിരുന്നു. ഒന്നും കൂടി ചെയ്തേക്കാം.
കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു എക്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് കോസ് എക്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആരായിരിക്കും? π/3 ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ആരെയും ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു എക്സ് കൊടുക്കാം. സൈൻ എക്സ് ഈക്വൽ ടു 1/2 വരും. ഇവിടെ ആരായിരിക്കും? π/6 ആണ്. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 ആണ് π/6. ടു ഇൻറ്റു ആണ് അല്ലേ. ഓക്കെ, 2 ഇൻറ്റു കൊടുത്തു. ഇവിടെ π/3. അതുപോലെ ഇവിടെ നമുക്ക് കിട്ടുന്നതും ഓക്കെ ഈക്വൽ ടു π/3 പ്ലസ് π/3 അല്ലേ. 2π/3. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 3 sin π/2 ആയിരുന്നു തോന്നുന്നു അല്ലേ. സോറി, 3 sin 1/2 ആണ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ഓക്കെ, ഇത് തിരിച്ചു മറിച്ച് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും കൂടി പഠിച്ചിട്ടേക്കണേ കേട്ടോ. 1 മാർക്ക് നമുക്ക് ഇതിനകത്ത് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അറൗണ്ട് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം 1 1 1 1 1 അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ തന്നെ സിമെട്രി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ ഒരു 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ റിഫ്ലെക്സീവ് ആണോ നമുക്ക് പ്രൂവ് ചെയ്യാനാണെങ്കിൽ അവിടെ നമുക്ക് എത്ര മാർക്ക് വരും? ഒരു അറൗണ്ട് ഒരു 3 മാർക്ക് നമുക്ക് അവിടെ 2 or 3 മാർക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ക്വസ്റ്റിന് നമുക്ക് എത്ര മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്? ഒരു 5 മാർക്കോ അല്ലെങ്കിൽ ഒരു 4 മാർക്കോ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെട്രിക്സ് ആണേ. മെട്രിക്സിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ട്രാൻസ്പോസ് വരുന്ന ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്, ചെയ്യാനും എളുപ്പമാണ്. ട്രാൻസ്പോസ് വരുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലേ. റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എ തന്നിട്ടുണ്ട്. എ ട്രാൻസ്പോസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എ ട്രാൻസ്പോസ് കിട്ടണമെങ്കിൽ ഈ തന്നിരിക്കുന്ന റോയെ എടുത്ത് ആദ്യം നമ്മൾ കോളമാക്കി എഴുതുക. ഈ 2 3 നേരെ താഴേക്ക് 2 3 ആയിട്ട് വരും. അതേപോലെ ഈ തന്നിരിക്കുന്ന റോ അടുത്ത കോളമായിട്ട് മാറുക, അതായത് -1 4 ആയിട്ട് മാറും. അതുപോലെ തന്നെ ബി ട്രാൻസ്പോസ് ആണെങ്കിലോ, ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും അല്ലേ 1ഉം -1ഉം ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇതും എന്തായിട്ട് മാറും? 3ഉം 5ഉം ആയിട്ട് മാറും. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. എ ട്രാൻസ്പോസ് കിട്ടി, ബി ട്രാൻസ്പോസ് കിട്ടി. റോയും കോളും ഇൻ്റർചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്തെഴുതാം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും, 2 വരും, ദെൻ ഇവിടെ ഒരു 2 വരും, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 വരും. 3 2 9 നമുക്കിവിടെ കിട്ടി. ഓക്കെ ആണോ? ഇനി നമ്മൾ എ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ബി ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? വെരിഫൈ ദാറ്റ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ ബി അല്ല, എ പ്ലസ് ബി അല്ലേ. എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 2 1 3 അല്ലേ.
3 മൈനസ് 1 കൂടി വരുമ്പം 2 വരും. അതുപോലെ -1ഉം 3യും കൂടി അഗെയിൻ 2, 4, 9 കിട്ടി. ഇത് എ പ്ലസ് ബി ആയുള്ളൂ അല്ലേ. എ പ്ലസ് ബി ഇത് ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിലോ ഇതിൻ്റെ റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് 3 to 2, 9. നോക്കിയാൽ കിട്ടിയിരിക്കുന്ന 2 ശരിയാണോ എന്ന്. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് 3 to 2, 9. ഇവിടെ എന്ത് തന്നെ കിട്ടി? അത് തന്നെ കിട്ടി അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. നമ്മൾ പ്രൂവ് ചെയ്തു. അതല്ലേ നമുക്കിവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? ഈ ടെസ്റ്റ് ചിലപ്പോൾ നമുക്ക് 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റിനായിട്ടായിരിക്കും വരുന്നത്. എങ്ങനെയായാലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 മാർക്ക് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റിനോ പെട്ടെന്ന് വായിച്ചേ. എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 1, 2, 3, 4ഉം ബി എന്ന് പറയുന്നത് 2, 1, 4, 5ഉം എ ബി കിട്ടണം. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? റോ ഇൻറ്റു കോളമാണ് അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ളത് നമുക്ക് റോ ഇൻറ്റു കോളം വേണം നമുക്കിവിടെ ചെയ്യാനായിട്ട്. ഇത് റോ, ഇത് കോളം. 1 into 2, 2 പ്ലസ് 2 into 4, 8. എത്ര കിട്ടും? 10 കിട്ടും. അതേപോലെ ഇതേ ഇൻറ്റു ഇത് ചെയ്യണം. പിന്നെയോ ഇതേ ഇൻറ്റു ഇത് ചെയ്യണം, ഇതേ ഇൻറ്റു ഇതും ചെയ്യണം. ഇതേപോലെ തന്നെ ചെയ്യുക. 3 into 3 പ്ലസ് 4 into 5. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് 10 കിട്ടി. അടുത്തത് 1 into 1 പ്ലസ് 2 into 5. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. അതേപോലെ നമുക്ക് അടുത്ത 3 into 4ഉം 2 into 4ഉം അല്ലേ. 3 into 2 6 വരും, 4 into 4 16 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. ആഡ് ചെയ്താൽ മതി. അടുത്ത ടേം നമ്മൾ ഇതേപോലെ തന്നെ 3 into 1ഉം 4 into 5ഉം 23. നമുക്കിവിടെ എ ബി കിട്ടി. ഇനി ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടേക്ക് എ ബി ആണ് കിട്ടിയത്. നമ്മൾ എന്തും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം? ബി എയും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. ബി എ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ബി എടുത്ത് എഴുതാം. 4ഉം 5ഉം ബി ആദ്യം എഴുതി. എന്നിട്ട് ഇനി എ മെട്രിക്സ് എഴുതുക. 1, 2, 3, 4 എ മെട്രിക്സ് എഴുതി. ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതേ മെത്തേഡ് എന്ന് പറയുമ്പം റോ ഇൻറ്റു കോളം അല്ലേ. അതുപോലെ റോ ഇൻറ്റു കോളം, പിന്നെ ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ബി എ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 + 3 അല്ലേ. 2 + 3 5 വരും. അടുത്തത് 4ഉം 8 വരും അല്ലേ. 5ഉം 8ഉം കിട്ടും. അതേപോലെ തന്നെ താഴെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ ഇൻറ്റു ഇത് ചെയ്യുക അല്ലേ. 19 ഓക്കെ 28. ഇവിടെ എ ബിയും ബിയും സെയിം ആണോ? അല്ല. അതാണ് നമുക്ക് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു 2 മാർക്ക് സെക്യൂർ ചെയ്യാം. അടുത്ത ക്വസ്റ്റിനോ ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ്. ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. മെട്രിക്സിനകത്തുനിന്ന് നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 2 മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് ആണ് തന്നിട്ട് എക്സ് ആൻഡ് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു വേറൊരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ അകത്ത് എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമുക്ക് ചോദിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോണം നമുക്കിവിടെ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതും
എക്സോ വൈയോ ഏതെങ്കിലും ഈക്വൽ മെട്രിക്സ് തന്നിട്ട് സോൾവ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും തന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കാം. അത് ചിലപ്പോഴാണെങ്കിൽ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈക്കും പകരം 2x പ്ലസ് വൈയും 2x മൈനസ് വൈയും തന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചോദിക്കാം. ഏതാണെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് തന്നെ, നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നോക്കിയാൽ തന്നിരിക്കുന്നത് ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഇതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്, അത് 8ന് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്, അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? 4ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8 എന്ന് എഴുതാം, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം അല്ലേ. ഇനി ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും കിട്ടും. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. 2x ഈക്വൽ ടു 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഏതെങ്കിലും ഒന്നിനകത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആരുടെ വാല്യൂ ആയി? വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 ആണ്. അങ്ങനെയെങ്കിൽ വൈ ഈക്വൽ ടു 4 മൈനസ് 6 ആണ്, -2 ആണ്. വൈയുടെ വാല്യൂ കിട്ടി -2. കേട്ടോ, എക്സും വൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ? ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതായത് എക്സും വൈയും കൂടി സിംപ്ലിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. എക്സും വൈയും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. നമുക്കറിയാം ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x കിട്ടും. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2x കിട്ടത്തില്ലേ? കിട്ടും അല്ലേ. നമ്മളിവിടെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എങ്ങനെ സിംപ്ലിഫൈ ചെയ്തോ അതേപോലെ തന്നെ ഇവിടെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി സിംപ്ലിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറൊന്നും ചെയ്യാനില്ല. ഇവിടെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 ആണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 ആണ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ്. അതേ ഉള്ളൂ നമുക്ക് ഡിഫറൻസ്, ബാക്കിയെല്ലാം നമുക്ക് അതേപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. ഇത് നമുക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്താൽ മാത്രം മതി അല്ലേ. 7 3 കൂടി ആഡ് ചെയ്യണം, 0 കൂടി ആഡ് ചെയ്യണം, 2 0 കൂടി ആഡ് ചെയ്യണം, 5 3 കൂടി ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 0 2 8 10 0 2 8. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 5 0 1 4. കണ്ടോ, എക്സ് നമുക്ക് കിട്ടി. ഇനി സെയിം ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് വൈ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരുന്നതെങ്കിലോ? വൈ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ എക്സ് മൈനസ് വൈ ക്യാൻസലായി പൊയ്ക്കോളും, എക്സ് മൈനസ് എക്സ് ക്യാൻസലായി പൊയ്ക്കോളും. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 2y കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്യണമെന്ന് മാത്രം? സബ്ട്രാക്ട് ചെയ്യണമെന്ന് മാത്രം. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 0 2 2 ആണ്. കറസ്പോണ്ടിങ് എലമെൻറ്റ് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. 7ന് 3 കുറയ്ക്കുക, 4 വരും. 0 0. അതുപോലെ 2 0 എന്ന് പറയുമ്പോൾ 2 തന്നെ വരും. 5 3 എന്ന് പറയുമ്പോൾ 2 വരും. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഈ ഓരോ എലമെൻറ്റിനെയും 2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 2 0 1 1 എന്ന് കിട്ടും. കണ്ടോ, ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്നേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുകയുള്ളൂ. ഇതൊരു 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. എക്സും വൈയും നമുക്ക് ഇതിനകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് പാസ് മാർക്ക് ഉറപ്പാക്കാം. ബാക്കി ഇനി ബോണസ് മാർക്കാണ് അല്ലേ. മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എ ട്രാൻസ്പോസ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല, നമ്മൾ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞതാണ്.
എന്ത് ചെയ്യുക, റോയും കോളവും കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ നമ്മൾ റോയും കോളവും കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പം A ട്രാൻസ്പോസ് നമുക്ക് കിട്ടുന്നത് 1567 എന്നാണ്. 1567. ഇനി A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുമ്പം ഈ കിട്ടിയതും ഈ തന്നിരിക്കുന്നതും കൂടി ആഡ് ചെയ്ത് എഴുതുക അല്ലേ. ആഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും 1567 ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1657 കൂടി ആഡ് ചെയ്ത് പോവുക. 11 11 14 അല്ലേ. A പ്ലസ് A ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഇനി തന്നിരിക്കുന്ന നോക്കിയേ, A പ്ലസ് A ട്രാൻസ്പോസ് സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതൊരു മെട്രിക്സും സിമെട്രിക് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ A ട്രാൻസ്പോസ് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അതേ മെട്രിക്സ് തന്നെ കിട്ടണം. ബിയുടെ ട്രാൻസ്പോസ് എടുത്താൽ ബി തന്നെ കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ബി തന്നെയാണ് കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ A പ്ലസ് A ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, A പ്ലസ് A ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പം മൊത്തത്തിൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം, A പ്ലസ് A ട്രാൻസ്പോസ് തന്നെ കിട്ടണം. A പ്ലസ് A ട്രാൻസ്പോസ് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് ആരായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ചെയ്ത് നോക്കാം. A പ്ലസ് A ട്രാൻസ്പോസ് നമുക്കിവിടെ കിട്ടിയല്ലോ. അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് 2 11 11 14 എന്ന് വെച്ചാൽ ഇത് ആര് തന്നെയാണ്, A പ്ലസ് A ട്രാൻസ്പോസ് തന്നെയാണ്. തന്നിരിക്കുന്നത് ആരാ, സിമെട്രിക് ആണ്. കണ്ടോ, ക്വസ്റ്റ്യൻ A ട്രാൻസ്പോസ് കിട്ടുക, A പ്ലസ് A ട്രാൻസ്പോസ് കിട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, A പ്ലസ് A ട്രാൻസ്പോസ് സിമെട്രിക് ആണോന്ന്, സിമെട്രിക് ആണെന്ന് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുക, ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനായി നമുക്ക് ഇവിടുന്ന്. A ട്രാൻസ്പോസിന് 1 മാർക്ക്, A പ്ലസ് A ട്രാൻസ്പോസിന് 1 മാർക്ക്, അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കും 1 മാർക്ക്, മൊത്തം 3 മാർക്കായി. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാമല്ലോ. A പ്ലസ് A ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് പകരം A മൈനസ് A ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാമല്ലോ അല്ലേ. നോക്കിയ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് വരാമെന്ന്. A ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, A മൈനസ് A ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എന്നിട്ട് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. സ്ക്യൂ സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ, A മൈനസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പം നമുക്ക് മൈനസ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസ് കിട്ടണം. മൈനസ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസ് കിട്ടണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ A ട്രാൻസ്പോസ് A ആണെങ്കിൽ സിമെട്രിക്, മൈനസ് A ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്. എന്ന് വെച്ചാൽ B ട്രാൻസ്പോസ് ആണെങ്കിലോ, B ആണെങ്കിൽ സിമെട്രിക്, മൈനസ് B ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്. കണ്ടോ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം, സ്ക്യൂ സിമെട്രിക്കും പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സിമെട്രിക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെയാണ് സ്ക്യൂ സിമെട്രിക്കും. രണ്ടും ഈക്വലി, രണ്ടും തിരിച്ചു മറിച്ചും ചോദിക്കാം. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എത്ര മാർക്ക് സെക്യൂർ ആക്കാം, 3 + 3 6 മാർക്ക് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് സേഫ് ആക്കാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ if a matrix A is both symmetric and skew symmetric, then A is, ഒരു മെട്രിക്സ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആണെങ്കിൽ ആ തന്നിരിക്കുന്ന മെട്രിക്സ് എന്തായിരിക്കും എന്നാണ്. 0 ആണോ, ഡയഗണൽ ആണോ, സ്ക്വയർ ആണോ, അതോ ഈ തന്നിരിക്കുന്നത് ഒന്നുമേ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു മെട്രിക്സ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആകണമെന്നുണ്ടെങ്കിൽ അതെന്ത് മെട്രിക്സ് ആയിരിക്കണം, 0 മെട്രിക്സ് ആയിരിക്കണം.
സീറോ മെട്രിക്സ്. 1 മാർക്ക് ക്വസ്റ്റനാണ്, പഠിച്ചിട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, കണ്ണും അടച്ച് നമുക്ക് സീറോ മെട്രിക്സ് എഴുതിയിട്ട് 1 മാർക്ക് വാങ്ങിച്ചിട്ടിങ്ങ് പോരാ, ഇല്ലയോ? സോറി, എക്സാമിന് 1 മാർക്ക് വാങ്ങിച്ചിട്ട് പോരുമല്ലെന്നല്ല പറയുന്നത്, ആ ക്വസ്റ്റിൻ്റെ 1 മാർക്ക് നമുക്കിങ്ങ് സേഫായിട്ടിങ്ങ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെ ഇതൊന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിലോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. സിമെട്രിക് ആണെങ്കിൽ ഓക്കെ, എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ സിമെട്രിക്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്. ശരിയാണോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സിമെട്രിക്കും ആണ് സ്ക്യൂ സിമെട്രിക്കും ആണ് തന്നിട്ടുണ്ട്. ഇവിടെ 2 എ ട്രാൻസ്പോസ് അല്ലേ, ഇത് 2 എ ട്രാൻസ്പോസ്, ഇത് രണ്ടും LHS സെയിം ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ഈക്വൽ ടു മൈനസ് എ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എ പ്ലസ് എ ഈക്വൽ ടു 0 അല്ലേ? ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അപ്പുറത്ത് 0 ആണ്, ഒന്നുമില്ല. 2a ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ a ഈക്വൽ ടു 0 ആണ്. തന്നിരിക്കുന്ന മെട്രിക്സ് ആരാണ്? സീറോ മെട്രിക്സ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് എക്സ് ഇഫ് നമ്മൾ മെട്രിക്സിനകത്ത് ഓൾറെഡി നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. മെട്രിക്സിനകത്ത് ചെയ്യുമ്പം നോട്ട് ചെയ്തോണം അത് ഈക്വൽ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു 2 നമ്മൾ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ആണ് തന്നിരിക്കുന്നത്. തെറ്റിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഇവിടെ മിസ്റ്റേക്ക് വരുന്നതാണ്. ഇത് കാണുമ്പോഴേ നമ്മൾ ചാടിക്കയറി എക്സ് ഈക്വൽ ടു 2 എന്നങ്ങ് എഴുതും. ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല അല്ലേ? ഡിറ്റർമിനൻ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. എങ്ങനെയാണ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? 3 × 1 3 മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെയോ 3 × 1 3 മൈനസ് 4 × 2 8 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5 വരും. ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആവും. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ? +or-√8. +or-√8. കണ്ടോ? തെറ്റിക്കരുതേ. ഡിറ്റർമിനൻറ്റും മെട്രിക്സും നമ്മൾ ചെയ്യുന്നത് 2 മെത്തേഡിലാണ്, ഒരേ മെത്തേഡിലല്ല. ചാടി കയറി പെട്ടെന്ന് എഴുതിയേക്കരുതും. ജസ്റ്റ് ഒന്ന് നോക്കണം തന്നിരിക്കുന്ന മെട്രിക്സ് ആണോ ഡിറ്റർമിനൻ്റ് ആണോ എന്നുള്ളത്, എന്നിട്ടേ ചെയ്യാവുള്ളൂ. അടുത്തതോ, മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അഡ്ജ് കണ്ടുപിടിക്കാനാണ്. അഡ്ജ് കണ്ടുപിടിക്കാനായിട്ട് 2/2 മെട്രിക്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ, തന്നിരിക്കുന്ന മെട്രിക്സ് 2/2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോണം. ജസ്റ്റ് ഇതിൻ്റെ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇതിൻ്റെ സൈൻ മാറ്റുക, അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ? മൈനറും കോഫാക്ടറും ഒന്നും എടുത്ത് നമ്മൾ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതായത് അഡ്ജ് എ എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക, 3ഉം 2ഉം. ബാക്കി തന്നിരിക്കുന്നതിൻ്റെ സൈൻ മാറ്റുക, 4 -4 ആയിട്ട് മാറും. 3 2 -4 2. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി, കൂടുതലൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻവേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇൻവേഴ്സും കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അഡ്ജ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. അഡ്ജ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. ഇനി തന്നിരിക്കുന്ന മെട്രിക്സ് ഏതായിരുന്നു? ഓക്കെ, 2 - 2 4 3 അല്ലേ? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുമ്പം 2 - 2ഉം 4ഉം 3ഉം ആണ് അല്ലേ? 2 × 3 എന്ന് പറയുമ്പോഴത്തേക്ക് 6 വരും, -8 വരും അല്ലേ? -8 ആണ്. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറിയിട്ട് എന്ത് കിട്ടും? 14 കിട്ടും. കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് 1/, ഡിറ്റർമിനൻ്റ് എ ആണ്, 1/14 ആണ്. അഡ്ജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 3 2
-4 2 കഴിഞ്ഞു. കണ്ടോ, സെക്യൂറായി. നമുക്ക് ആ മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമുക്ക് കിട്ടി. ഓക്കെ ആണോ? എറൗണ്ട് ഒരു 35+ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ഒന്ന് ചെയ്ത് പഠിക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ ഒപ്പം ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ആകാതിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതുക കേട്ടോ. ഒട്ടും തന്നെ പേടിക്കേണ്ട. നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മയിൽ കിട്ടിക്കോളും. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല ഹാപ്പി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ പോയി എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.